ലിസ്റ്റിന്റെ വളർച്ചയിൽ അസൂയ ഉള്ളവരുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അല്ല, അസൂയ ഇല്ലെങ്കിൽ ഉണ്ടാവണം. ഞാൻ പറഞ്ഞത് അസൂയ ഇപ്പം നമുക്ക് എല്ലാവരോടും സ്നേഹം തരാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ എന്നോട് ഞാൻ അലിക്ക് ഒരു വിരോധം ചെയ്തിട്ടില്ലേ പോലും, അല്ലെങ്കിൽ അലിക്കെതിരായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ലേ പോലും അലിക്ക് എന്നോട് അസൂയ തോന്നാം, അല്ല എന്നോട് ഇഷ്ടക്കുറവ് തോന്നാം. അപ്പോൾ അലി വിചാരിക്കുന്ന പോലെ എനിക്ക് സംസാരിക്കാനോ എനിക്ക് പ്രവർത്തിക്കാനോ ഈവൻ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. അലിക്ക് എന്നോട് അസൂയ തോന്നും. അപ്പം നമ്മൾ ഇയാളൊക്കെ നമ്മളോട് നല്ല രീതിയിൽ സംസാരിക്കണം, മിണ്ടണം, എന്നോടൊപ്പം ഉണ്ടാവണം നമ്മൾ ആഗ്രഹിക്കും. പക്ഷേ ഇല്ല, ചിലവർക്ക് എന്താണെന്ന് വെച്ചാൽ അത് സാധ്യമേ ഇവനല്ല. അപ്പം എന്താണ്, നമുക്ക് ഓട്ടോമാറ്റിക്കലി തോന്നും ഇവനൊക്കെ ഒരു അസൂയ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ആ അസൂയയുടെ മാക്സിമത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. മനസ്സിലായി? നമ്മളൊരു ഇഷ്ടം ചോദിച്ചിട്ട് ഇപ്പം നടക്കുന്നില്ലെങ്കിൽ അസൂയയുടെ അങ്ങേയറ്റത്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. കോളേജ് ജീവിതമൊക്കെ എവിടെയായിരുന്നു? അത് കോളേജ് ഞാൻ +2 ആയിരുന്നു. +2 കഴിഞ്ഞപ്പം പിന്നെ ഉഴൂർ കോളേജിലായിരുന്നു. ഉഴൂർ ഏത് കോളേജ്? സെന്റ് സ്റ്റീഫൻ കോളേജിൽ. അവിടെ ഒരു വർഷമേ ഉള്ളൂ നമ്മൾ പഠിച്ചു. അല്ലല്ല, അപ്പത്തേനും പഠിത്തം പരിപാടികൾക്കൊക്കെ ഒരു തീരുമാനമായി. അല്ലല്ല, ഞാൻ പറഞ്ഞ അത് കംപ്ലീറ്റ് ഈവൻ ചെയ്തില്ല. അതിന് നമുക്ക് ബിസിനസ് ആണ് അല്ലെ, ബിസിനസ് പരമായ ലക്ഷ്യങ്ങളാണ്. പ്രണയം ഉണ്ടായിരുന്നു? പ്രണയം ഉണ്ടായിരുന്നോന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് സ്വാഭാവികമായിട്ടും മനുഷ്യനാണല്ലോ, എല്ലാരും മാന്യന്മാരാണല്ലോ. അപ്പൊ അതുകൊണ്ടിട്ട് നമ്മളും ആ മാന്യത കീപ്പ് ചെയ്യേണ്ടതായിട്ടുള്ളത് കൊണ്ടിട്ട്. പക്ഷെ പ്രണയം എല്ലാവർക്കും വരുന്നതാണല്ലോ. ആത്മാർത്ഥമായിട്ട് പ്രണയിച്ച ആരായിരുന്നു? അതൊക്കെ ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലായിരിക്കും, പക്ഷെ വേറെ ചിലവർക്ക് കൗണ്ടറൊക്കെ അടിക്കാനായിട്ടുള്ള എന്തെങ്കിലും ആയി മാറും അത്. അപ്പൊ അതുകൊണ്ടിട്ട് അതിന്റെ ആവശ്യം. അങ്ങനെ ഒരു ആത്മാർത്ഥ പ്രണയം ഉണ്ടായിരുന്നു? അങ്ങനെയല്ല, നമുക്കിപ്പോ ഈവൻ തോന്നാലോ, നമുക്കിപ്പോ പ്രണയം നമുക്ക് തോന്നുന്നതിന് എന്താണ് കുഴപ്പമിരിക്കുന്നത്? അല്ല, പ്രണയിക്കുന്നതിന് തെറ്റൊന്നുമില്ല. ആ പ്രണയിച്ച പെൺകുട്ടിയെ പിന്നീട് കണ്ടിട്ടുണ്ടോ കല്യാണത്തിന് ശേഷം? കല്യാണത്തിന് ശേഷം ഒന്നും കണ്ടിട്ടൊന്നുമില്ല. അല്ല, ലിസ്റ്റിന്റെ കല്യാണത്തിന് ശേഷം കണ്ടിട്ടില്ല. ഇതിപ്പോ ഞാൻ വേറെ ഏതോ സംസാരിച്ചു പോകണോ എന്നൊരു സംഭവം. അല്ല, നമ്മള് ആകാംക്ഷയാണല്ലോ. ലിസ്റ്റിനെ ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. അങ്ങനെ ആ പഠിക്കുന്ന കാലത്തും ഇതേപോലെ തന്നെയായിരുന്നു. അതൊക്കെ വളരെ വളരെ ഈവൻ ചെറുപ്പത്തിലുള്ള സംഭവമാണ്. വിവാഹം വീട്ടുകാരാലോചിച്ച് നടന്ന വിവാഹമല്ലേ? വീട്ടുകാരാലോചിച്ച് നടന്നൊരു അറേഞ്ച്മെന്റ് അല്ലേ? വൈഫിന്റെ സപ്പോർട്ട് എങ്ങനെയാണ്? വൈഫ് സപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത്, എനിക്ക് വീട്ടിലൊരു കാര്യങ്ങളും ഈവൻ അറിയണ്ട എന്നുള്ളതാണ് വൈഫിൻ്റെ സപ്പോർട്ട്. എൻ്റെ കുട്ടികളെ, ഞങ്ങൾക്ക് 2 പിള്ളേരാണ്. അപ്പോൾ കുട്ടികളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് വൈഫാണ്. എനിക്ക് പൈസ കൃത്യസമയത്ത് എത്തിച്ചു കൊടുത്താൽ മാത്രം മതി. ബാക്കി വൈഫ് പിള്ളേരെ നോക്കും, സ്കൂളിൽ വിട്ടോളും, അവരെ ടേക്ക് കെയർ ചെയ്തോളും. എവറിത്തിങ് വൈഫാണ് നോക്കുന്നത്. ഈ സിനിമാ മേഖലയിലേക്ക് വരുന്ന സാധാരണ ഒരു പുരുഷന്മാരെ പല രീതിക്ക് കാണുന്ന ആളുകളുണ്ട് അല്ലേ? പല കുടുംബത്തിലും പ്രശ്നങ്ങളുണ്ട്. അത് ഈ സിനിമാ മേഖലയിലേക്ക് വരുമ്പോൾ വൈഫിൻ്റെ ഒരു സപ്പോർട്ട് എങ്ങനെ? സിനിമയിലേക്ക് ഇപ്പം പല സ്ഥലത്തും പോകുന്നുണ്ട് അല്ലേ? ലിസ്റ്റും പല സ്ഥലത്തേക്ക് പോകണം, ലൊക്കേഷൻ ഉണ്ട്, പല യാത്രയുണ്ട്. വൈഫ് അതിൻ്റെ സപ്പോർട്ട് എങ്ങനെയാണ്? വൈഫ് എല്ലാ ദിവസവും വിളിച്ച് അപ്ഡേറ്റ് ചെയ്യുമോ, ഞാൻ ഇന്ന സ്ഥലത്താണ് എന്ന് ലിസ്റ്റ്? അങ്ങനെയല്ല, ഞാൻ എൻ്റെ സിനിമാ കാര്യങ്ങൾ വൈഫായിട്ട് അധികം ഡിസ്കസ് ചെയ്യാറില്ല. കാര്യം എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ട്, ഇങ്ങനെ നമ്മളൊക്കെ പറയത്തില്ല നാട്ടിൽ കിള്ളി ചോദിക്കാന്ന് എന്ന് പറഞ്ഞാൽ കിള്ളി ചോദിക്കാറുണ്ട്. പക്ഷെ ഞാൻ കിള്ളി ഒരു ഉത്തരവും പറയാറുമില്ല. അതുകൊണ്ടിട്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരുപാട് ടെൻഷൻ പിടിച്ച ഒരു ജോലിയാണ് സിനിമ എന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ച് പ്രൊഡക്ഷൻ്റെ ഒരു കാര്യം. അതായത് സാമ്പത്തിക ഇടപാടുകൾ ഉള്ള ഒരു മേഖലയാണല്ലോ സിനിമ നിർമ്മാണം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇത് റിസ്ക് ആണ്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് പറയുന്നതല്ല നാളെ സംഭവിക്കുന്നത്. എന്നാൽ നമുക്ക് ഇത്ര എക്സ്പീരിയൻസ് ഉള്ളതാണല്ലോ ഇതേ സംഭവിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും സംഭവിക്കുന്നത്. സോ ഇതിനൊരു വ്യക്തത ഇല്ലാത്തതുകൊണ്ടിട്ട് അതായത് ഒരു സാമ്പത്തിക സുരക്ഷിതത്വം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, നമുക്ക് ഒരു ലക്കാണ് സിനിമ. അപ്പോൾ അതുകൊണ്ടിട്ട് അതും നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ ഭാര്യയോട് ഇതൊന്നും നമുക്ക് ഷെയർ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. കാരണം പിന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ അതെന്തായി, ഇതെന്തായി, അതങ്ങനെ ആയിരുന്നല്ലോ പറഞ്ഞു, ഇതൊന്നും വന്നില്ലല്ലോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്കപ്പം ഒരു ഹെഡേക്ക് മാതിരിയോ, നമുക്ക് വെളിയിൽ തന്നെ ഇഷ്ടംപോലെ ഹെഡേക്ക് ഉണ്ട്, പിന്നെ വീട്ടിലും ഇതേ കാര്യം തന്നെ സംസാരിക്കുമ്പോൾ അതൊരു ആവശ്യമില്ലാത്ത കാര്യം. സംസാരം ഇല്ല വീട്ടിൽ വൈഫായിട്ട്? അല്ല, വളരെ കുറച്ച്
വളരെ വളരെ ലിസ്റ്റിൽ ഒരു സിനിമ ഒരു കഥ കേട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു, വൈഫിൻ്റെ അടുത്ത് ഇന്ന ഒരു സബ്ജക്റ്റ് വരും, എനിക്ക് ഇഷ്ടപ്പെട്ടു, അത് സബ്ജക്റ്റ് ചെയ്യാൻ പോവാണ്, ഇന്നാൾ വെച്ച് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കാറില്ലേ? അല്ല, ഞാൻ പടത്തിന്റെ കാര്യം സംസാരിക്കുന്ന സ്ക്രിപ്റ്റുകൾ, എൻ്റെ കയ്യിൽ കിട്ടുന്ന സ്ക്രിപ്റ്റുകൾ ഞാൻ വീട്ടിൽ കൊണ്ട് ഏൽപ്പിക്കാറുണ്ട്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിള്ളേര് സ്കൂളിൽ പോയി കഴിയുന്ന സമയത്തൊക്കെ ആള് ഫ്രീ ആണല്ലോ, പിന്നെ ആൾക്ക് വായിക്കാനായിട്ട് താല്പര്യമുള്ള ഒരാളാണ്, വായിച്ചോളും. അപ്പൊ അതുകൊണ്ടിട്ട് ആ സ്ക്രിപ്റ്റ് ചോദിച്ചിട്ട് അവളുടെ അഭിപ്രായം എടുക്കുന്നുണ്ടാവോ എടുക്കുന്നില്ല, അത് സെക്കൻഡറി തിങ്. പക്ഷെ എൻ്റെ കയ്യിൽ കിട്ടുന്ന സ്ക്രിപ്റ്റ് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി വെക്കാറുണ്ട്, ചുമ്മാ വായിച്ചിട്ടൊന്ന് അഭിപ്രായം പറയാനായിട്ട് ഈവൻ പറയും.